നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 2022 ഇന്ത്യയുടെ ബിസിനസ് ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം നടന്നു. രാജ്യത്തെ പ്രബല സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണികളിൽ ഒന്നായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മുൻ മേധാവി ചിത്ര രാമകൃഷ്ണൻ CBIയുടെ കസ്റ്റഡിയിലായി. NSEയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് ചിത്രയുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വെളിവായ വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഞെട്ടിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നത ഫിനാൻസ് പ്രൊഫഷണലായിരുന്ന ചിത്ര രാമകൃഷ്ണയെ 20 വർഷമായി ഒരു അജ്ഞാതൻ നിയന്ത്രിക്കുകയാണത്രേ. ഒരു ഹിമാലയൻ യോഗീവര്യൻ എന്ന നാട്യത്തിൽ കേസിൽ അറസ്റ്റിലായ മറ്റൊരു NSE ഉദ്യോഗസ്ഥനായ ആനന്ദ് സുബ്രഹ്മണ്യനാണ് ഈ അജ്ഞാതനാണെന്നും CBIയുടെ ആരോപണം. കേസ് നടക്കുകയാണ്. ഇല്ലാത്ത ഒരാളിലെ ലോകമെങ്ങുമുള്ള മനുഷ്യർ ഒരേ സമയം കാണുകയാണെങ്കിലും മറഞ്ഞിരിക്കുന്ന അജ്ഞാതർ ഉൾപ്പെടുന്ന സംഭവങ്ങൾ എന്നും ഒരു ദുരൂഹതയുണ്ടാക്കും. ഇത്തരത്തിലൊരു അജ്ഞാതനുമായി ബന്ധപ്പെട്ട സംഭവമാണ് ദിസ്മാൻ സംഭവം. ആൻഡ്രോ നാറ്റല്ല എന്ന വ്യക്തി ഒരു വെബ്സൈറ്റ് തുടങ്ങിയതോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. നാറ്റലെ 2008 പ്രത്യേക മുഖഭാവമുള്ള അജ്ഞാത വ്യക്തിയെ സ്വപ്നം കണ്ടത്രേ. അതിനു മുൻപ് ആൻഡ്രോയ്ക്ക് പരിചയമുള്ള ആരുമായിരുന്നില്ല ആ വ്യക്തി. തന്റെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ഉപദേശങ്ങളും മറ്റ് ദിസ്മാൻ എന്ന ആ അജ്ഞാതൻ തന്നുവെന്നും ആൻഡ്രോ പറഞ്ഞു. സ്വപ്നത്തിൽ അദ്ദേഹം അധികം സംസാരിച്ചിരുന്നില്ല. എന്നാൽ ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് പ്രകാരമാണ് ആൻഡ്രോ വെബ്സൈറ്റ് തുടങ്ങിയത്. നിങ്ങൾ ഈ മനുഷ്യനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യവും ആ വെബ്സൈറ്റിൽ അദ്ദേഹം ഉയർത്തിയിരുന്നു. അന്റാർട്ടിക്ക ഒഴിച്ചുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദിസ്മാനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേർ മുന്നോട്ട് വന്നു. എന്നാൽ എല്ലാവർക്കും ദിസ്മാനിൽ നിന്ന് ആൻഡ്രോയ്ക്ക് ലഭിച്ചതുപോലുള്ള അനുഭവങ്ങളായിരുന്നില്ല ലഭിച്ചിരുന്നത്. ചിലരെ ദിസ്മാൻ ഭയപ്പെടുത്തിയിരുന്നു. 2009 ആയതോടെ വെബ്സൈറ്റ് വമ്പൻ ഹിറ്റായി. ആളുകൾ ഇതിലേക്ക് ഇരച്ചു കയറി. 20 ലക്ഷം വരെ സന്ദർശകർ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇന്നത്തേതിൽ നിന്ന് നോക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ അക്കാലത്ത് പരിമിതമായിരുന്നു. എങ്കിലും സൈബർ ഇടങ്ങളിൽ ദിസ്മാൻ ഭീതി ഉണ്ടാക്കി തുടങ്ങി. ദ വൈസ് തുടങ്ങിയ പ്രശസ്തമായ അമേരിക്കൻ മാസികകളൊക്കെ ദിസ്മാന്റെ ദുരൂഹ കഥകളും ആൻഡ്രോ നാറ്റല്ലയുടെ അഭിമുഖങ്ങളുമൊക്കെ പ്രസിദ്ധീകരിച്ചു. ദിസ്മാന് വേണ്ടി ആളുകൾ പല രാജ്യങ്ങളിലും തിരച്ചിലും നടത്തി. എന്നാൽ ആരെയും കിട്ടിയതുമില്ല. എന്നാൽ ഇതിനിടെ ചില സൈബർ വിദഗ്ധർ ദിസ്മാൻ എന്ന സാങ്കല്പത്തിന്റെ കാര്യത്തിൽ സംശയാലുക്കളായി. അവർ ആൻഡ്രോ നാറ്റല്ല തുടങ്ങിയ വെബ്സൈറ്റിനെ നിരീക്ഷിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന വിവരം വെളിവായത്. അതിബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു മാർക്കറ്റിംഗ് തട്ടിപ്പായിരുന്നത്രേ ദിസ്മാൻ. ആൻഡ്രോ നാറ്റല്ല ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആയിരുന്നു. തന്റെ ഏതോ ക്ലയന്റിന്റെ ഉൽപ്പന്നം അയാൾക്ക് മാർക്കറ്റ് ചെയ്യണമായിരുന്നു. അതിനായി ഒട്ടേറെ ആളുകളെ ഒരു വെബ്സൈറ്റിലേക്ക് ആകർഷിക്കണം. ഇതിനായി ആൻഡ്രോ കണ്ടെത്തിയ ബുദ്ധിയായിരുന്നു ദിസ്മാൻ. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവിധ ആളുകളും മാധ്യമ പ്രവർത്തകരും പലകുറി ചോദിച്ചിട്ടും എന്ത് സാധനം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെബ്സൈറ്റ് തുടങ്ങിയതെന്ന് ആൻഡ്രോ നാറ്റല്ല ആരോടും പറഞ്ഞിട്ടില്ല.